സെറ്റ് നമ്മൾ ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളുടെ വീട്ടിൽ കുറച്ചും കൂടി ആൾക്കാർ നമ്മളുടെ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരായിട്ടും ഷെയർ ചെയ്യാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മീഷോയിൽ നിന്നുള്ള ഹിജാബ്സ് ആണ്. അപ്പോൾ എനിക്ക് എപ്പോഴും കമൻസിൽ വരാറുണ്ട് മീഷോയിൽ നിന്നുള്ള ഹിജാബ്സ് ട്രൈ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോസ് ചെയ്തപ്പോൾ അതിൽ 2ലും ഞാൻ മീഷോയിൽ നിന്നുള്ള ഹിജാബ്സ് ട്രൈ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് ഫ്രം മീഷോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഒന്ന് പിന്നെ എൻ്റെ ഫേവറേറ്റ് ഹിജാബ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു വീഡിയോ ആയിരുന്നു. അതിനൊക്കെ ഇടയിൽ അങ്ങനത്തെ വീഡിയോസിന് ഇടയിലായതുകൊണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ട് നമുക്കൊരു ഹിജാബ് സെറ്റിൻ്റെ ഒരു കോഡ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിക്ചർ അയച്ചു തന്ന സമയത്ത് ഞാനത് ചെക്ക് ചെയ്തപ്പോൾ അതിലുള്ള കളേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോസിൽ എപ്പോഴും നമ്മളുടെ കയ്യിൽ ഉണ്ടായാലും ഒരുവിധം ഡ്രസ്സിലേക്കൊക്കെ മാച്ച് ചെയ്യുന്ന അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഉണ്ടായിട്ടുള്ള അങ്ങനത്തെ കളേഴ്സാണ്. അപ്പോൾ ഇതിലുള്ള ഷെയ്ഡ്സൊക്കെ എൻ്റെ കയ്യിൽ ഏകദേശം ഇതിലുള്ള 3 ഷെയ്ഡ്സ് എൻ്റെ കയ്യിലുണ്ട്. ഒരു ഷെയ്ഡേ ഇല്ലാത്തതുള്ളൂ, ബാക്കി എല്ലാ ഷെയ്ഡ്സും എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ആ ഒരു കളേഴ്സ് ഉണ്ടല്ലോ കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, ഇതിന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എൻ്റെ കയ്യിലുള്ള കളേഴ്സാണ് ഇതിലുള്ളത്. ഒന്ന് മാത്രമേ എൻ്റെ കയ്യിലില്ലാത്തതുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു കളറിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഈ ഒരു സെറ്റ് മൊത്തം കീപ്പ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതിലൊരു ഷെയ്ഡിൻ്റെ രണ്ട് ഷോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത്രയും ഹിജാബ്സ് എനിക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് റീസെൽ ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹിജാബ് സെറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി. ഞാനിത് വാങ്ങിച്ച പ്രൈസിൽ നിന്നും കുറച്ച് കുറവായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് റീസെൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് 4 ഹിജാബുള്ള ഈ ഒരു സെറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. 4 ഹിജാബ്സ് വരുന്ന ഈ ഒരു സെറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂയിലേക്ക് നമുക്ക് കടക്കാം. അപ്പം നിങ്ങൾക്ക് ഇതെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഇവിടെ കൊടുക്കാം, #_safe. അവിടെ നിങ്ങളൊന്ന് എനിക്ക് DM ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ ഷംന. ഞാൻ എൻ്റെ ചാനലിൽ കുറേ ഹോൾ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഇവിടെ കൊടുക്കുക, അവിടെയും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ അവിടെയും കൂടി ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഈ ഒരു ഹിജാബിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ഹിജാബിന് ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് 4 ഹിജാബ്സ് 600 സംതിങ്ങിനാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഒരിക്കലും 600 സംതിങ് ആണ് 700 സംതിങ് ആണ് എനിക്കറിയില്ല, എന്തായാലും സൈഡിൽ കൊടുക്കാം കേട്ടോ. ഒരിക്കലും ആ ഒരു പ്രൈസിന് നമുക്ക് 4 ഹിജാബ്സ് വാങ്ങിക്കാൻ കിട്ടൂല. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ക്വാളിറ്റി വളരെ അതായത് സാധാ ഒരു ഷിഫോൺ മെറ്റീരിയലിൽ വരുന്ന ഹിജാബ് ആകും എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് വന്നപ്പം അത്ഭുതം എന്ന് പറയട്ടെ, നമ്മളുടെ മലേഷ്യൻ ഹെവി ഷിഫോണില്ലേ അതിൻ്റെ ആ ഒരു മെറ്റീരിയലല്ല, ഏകദേശം ആ ഒരു കറക്റ്റ് മെറ്റീരിയലല്ല, ഏകദേശം ആ ഒരു മെറ്റീരിയലിലാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് മലേഷ്യൻ ഹെവി ഷിഫോണാണ് കേട്ടോ. അപ്പം ഞാൻ ലെങ്ത്തും വിഡ്ത്തൊക്കെ ഞാൻ നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഹിജാബ് വാങ്ങിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ലെങ്ത്ത്, ഇപ്പോൾ റോൾ ചെയ്തിടുന്നവരൊക്കെ ആണെങ്കിലും അല്ലാതെ ഇടുന്ന 2 സൈഡായിട്ട് ഇടുന്നവരാണെങ്കിലും കണ്ടോ സെയിം വീതിയാണ് വരുന്നത്. അതുപോലെ നമുക്ക് നീളം നോക്കാം. നീളം കണ്ടോ, നീളം നമുക്ക് കുറച്ച് കുറവ് തോന്നുന്നുണ്ട് കേട്ടോ. ഈ മലേഷ്യൻ ഹെവി ഷിഫോണിനേക്കാളും കുറച്ച് കുറവ് തോന്നുന്നുണ്ട്. പക്ഷേ ഞാനിത് റോൾ ചെയ്ത സമയത്ത് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ള ഈ ഹിജാബ് ഉണ്ടല്ലോ ഇതിൻ്റെ കറക്റ്റ് സൈസാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാ ഷിഫോൺ മെറ്റീരിയലാണ്, കട്ടില്ലാത്ത ടൈപ്പാണ്. പക്ഷേ ഇത് അത്യാവശ്യം കട്ടിയിൽ വരുന്നുണ്ട്. ഇത് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കാം കേട്ടോ. നല്ല പോയിൻറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല കുഴഞ്ഞ് നിൽക്കുന്ന നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പം ലെങ്ത്ത് ഞാനിത് റോൾ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കാണിക്കാം. ലെങ്ത്ത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും, അത്രയും ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റോൾ ചെയ്യാനൊക്കെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൈസായിട്ട് എനിക്കിത് തോന്നി. പിന്നെ ഇതും തമ്മിലുള്ള മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഇതുണ്ടല്ലോ ബോർഡർ അടിച്ചിട്ടുള്ളത് വളരെ ചെറുതായിട്ടാണ് അടിച്ചിട്ടുള്ളത്. ഇതിൻ്റെത് ചെറുതായിട്ട് തന്നെയാണ് അടിച്ചിട്ടുള്ളത്, പക്ഷേ സ്റ്റിച്ച് കുറച്ച് അകന്നാണ് വരുന്നത്. നമ്മളിങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടൊന്നും അതിലൊന്നും വലിയ കാര്യമില്ല. നമുക്ക് വേണ്ട എന്താണ് കളറ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടണമെന്ന്. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്ന ഫസ്റ്റത്തെ ഷെയ്ഡ്. ഈ ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കുറേ വീഡിയോസിലും ഞാൻ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് അത് വാങ്ങിച്ചത്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തതായിരുന്നു. ഇതും അതേപോലെ ഉള്ള ഒരു ഷെയ്ഡാണ്. ഒരുവിധം ഡ്രസ്സിലേക്കൊക്കെ നമുക്ക് മാച്ച് ആക്കിയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഷെയ്ഡാണ്. ഒരുവിധം എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ഷെയ്ഡാണ് ഇതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു ഗ്രീൻ കളറ് നമ്മളുടെ വാർഡ്രോബിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു ഹിജാബ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് കേട്ടോ.
അപ്പം ഈ ഒരു ഷെയ്ഡും ഒക്കെ ഇതിൽ കണ്ടതുകൊണ്ടാണ് മെയിനായിട്ട് ഞാനിത് ഓർഡർ ചെയ്തത്. അപ്പം ഇങ്ങനെ ഒരു ഹിജാബ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് 200 സംതിങ് എന്തായാലും നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സെറ്റ് കിട്ടുകയാണ്. അപ്പം നമ്മൾ കുറച്ച് ഹിജാബ്സും കൂടി നമ്മളുടെ കളക്ഷനിൽ ആഡ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിക്കുന്നവരാണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഈ ഒരു സെറ്റ് ഇതിലുള്ള എല്ലാ കളേഴ്സും അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കളറ്. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതൊരു ചിക്കു കളറാണ് വരുന്നത്. ചിക്കു കളർ നമുക്കറിയാം എല്ലാ സ്കിൻ ടോണിനും സ്യൂട്ട് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. അധികം നമ്മളുടെ ഈ യൂണിഫോമിൻ്റെ മഫ്റ്റൊക്കെ ചിക്കു കളറിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ സ്കിൻ ടോണും സ്യൂട്ട് ചെയ്യുന്ന കളറാണ്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. പിന്നെ നമുക്കിപ്പോൾ അത് ബ്ലാക്ക് ഡ്രസ്സ് ഉണ്ടല്ലോ, നമ്മളുടെ ഫുൾ ബ്ലാക്ക് വരുന്ന ഡ്രസ്സിലേക്ക് അതുപോലെ തന്നെ വൈറ്റ് ഡ്രസ്സിലേക്കൊക്കെ നമുക്ക് മാച്ച് ആക്കിയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഇതിനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ ലെങ്ത്തും വിടുത്തൊക്കെ അതിൻ്റെ അതേ സെയിം ലെങ്ത്തും വിടുത്തുമാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം കട്ട് ചെയ്ത് നമുക്കിങ്ങനെ ഈ നന്നായിട്ട് നയലടിക്കുന്ന അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ പോയിന്റഡ് ആയിട്ട് തന്നെ നമുക്ക് നമ്മളുടെ ഹിജാബ് കിട്ടും. അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഒരു ബ്ലാക്കിലേക്കൊക്കെ ഈ ചിക്കു കളർ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ നമുക്ക് ഇതിലേക്ക് സ്യൂട്ട് ചെയ്തിടാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു മെറൂൺ ഡ്രസ്സ് അല്ലെങ്കിൽ റെഡ് ഡ്രസ്സിലേക്കൊക്കെ നമ്മൾ ഈ ഒരു ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും. ചില ഡ്രസ്സ് ഇടുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഏത് ഹിജാബാണ് ഇടുക, പ്രത്യേകിച്ച് നമ്മൾ ഈ റെഡ് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഏതാ ഇടുക, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ക്രോസ് മാച്ച് ആക്കിയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. ഒരു ന്യൂഡ് ഷെയ്ഡ് നമ്മളുടെ കയ്യിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. നമ്മളുടെ കയ്യിലൊരു ന്യൂഡ് ഷെയ്ഡ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു വിധം ഔട്ട്ഫിറ്റിലേക്കൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ഷെയ്ഡ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളറാണ് കേട്ടോ. ഒരു ലൈറ്റ് പിങ്ക് കളറാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഏകദേശം ഈ ഒരു ഷെയ്ഡിലുള്ളതാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു ഹിജാബിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡും എൻ്റെ കയ്യിലുണ്ട്. ഈ രണ്ട് ഷെയ്ഡ്സും ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. ഒരു ന്യൂഡ് ഷെയ്ഡ് നമ്മളുടെ അടുത്ത് മസ്റ്റ് ഹാവ് ആണല്ലോ, അതുകൊണ്ട് ഈ ഷെയ്ഡും എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഒന്ന് കുറച്ച് ഡാർക്ക് ആയിട്ട് വരുന്നു, ഒന്ന് കുറച്ച് ലൈറ്റ് ആയിട്ട് വരുന്നു, അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഇതും എനിക്ക് ആവശ്യമില്ല, പക്ഷേ ഈ ഷെയ്ഡ്സ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ ഷെയ്ഡ് ഉണ്ടല്ലോ, ഇതും നല്ല ഭംഗിയാണ്. നമുക്ക് ബ്ലാക്ക് ഡ്രസ്സിലേക്കായാലും അതുപോലെ തന്നെ പിങ്ക് വരുന്ന അങ്ങനത്തെ ഡ്രസ്സിലേക്കും നമുക്കത് സ്യൂട്ട് ചെയ്തിട്ടിടാൻ പറ്റും. പിന്നെ നേവി ബ്ലൂ ഡ്രസ്സിലേക്കും നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പിങ്ക് കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു ഹിജാബ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ഫേവറേറ്റ് ഹിജാബ്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അതിലുണ്ടാവും ആ ഹിജാബിൻ്റെ കോഡ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിക്ക് ഞാൻ എന്തായാലും 10 out of 10 കൊടുക്കും. കാരണം ഞാനിത് പിന്ന് കുത്തി നോക്കിയിട്ടോ. പിന്ന് കുത്തി നോക്കുമ്പോഴും നമുക്കങ്ങനെ പിൻ ഹോൾസ് വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അടിപൊളിയാണ്. ഇനി ഞാൻ നെക്സ്റ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നത് അതിലുള്ള ഒരു ഡാർക്ക് കളറാണ്. അപ്പോൾ ഈ കളറും എൻ്റെ കയ്യിലുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല, ഉണ്ട്. പക്ഷേ ഈ കറക്റ്റ് കളറല്ല, വേറൊരു ഷെയ്ഡാണ് വരുന്നത്. അപ്പം ഈ ഒരു കളർ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. നല്ല പോയിന്റഡ് ആയിട്ട് തന്നെ നമുക്ക് ഹിജാബ് കിട്ടുന്നുമുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ പിങ്കിൻ്റെ 2 ഷെയ്ഡ്സ് ആണ് ഇതിൽ വരുന്നത്. അതും നല്ല ഭംഗിയുള്ള, ഒന്ന് ലൈറ്റും ഒന്ന് ഡാർക്കും ആണ് വരുന്നത്. ഇത് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി ഒരു പീച്ചിഷ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഈ ഒരു ന്യൂഡ് ഷെയ്ഡ് മസ്റ്റ് ഹാവ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡും മസ്റ്റ് ഹാവ് ആണ്. അപ്പോൾ ഈ 4 ഷെയ്ഡ്സ് ആണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കൊന്നും പറയാനില്ല, ഇതിൻ്റെ ക്വാളിറ്റി ആയാലും എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലുള്ള കളേഴ്സ് തന്നെ എൻ്റെ കയ്യിൽ കീപ്പ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ വേറെ കളേഴ്സ് വരുന്ന സെറ്റ്സ് ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതിലൊക്കെ 3 വരുന്നുള്ളൂ കേട്ടോ. ഞാൻ നോക്കിയ സമയത്ത് അതിലൊക്കെ 3 വന്നിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഒരു ഹിജാബ് സെറ്റ് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് DM ചെയ്താൽ മതി. എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.